അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി സൈറ്റ് ട്വിസ്റ്റ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തല്ലേ. അപ്പോൾ സൈറ്റ് ട്വിസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അടുത്ത ഉള്ളൊരു ഡൗട്ടാണ്, ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും സൈറ്റ് ട്വിസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വന്ന് കണ്ട ഒരു ക്ലയൻറ്റിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ഫീഡ്ബാക്ക് എടുക്കുക എന്നുള്ളതാണ്. അതായത് ഈ ഒരു പ്രോപ്പർട്ടി കണ്ടു കഴിഞ്ഞിട്ട് അവരുടെ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ആയായിരുന്നോ, അവർക്ക് കറക്റ്റാണോ, ഓക്കെ ആണോ, ഇതുമായി മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടോ എന്നുള്ളതാണ് നമുക്കൊരു ഫീഡ്ബാക്ക് അറിയേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഫീഡ്ബാക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മുമ്പോട്ട് പോകാൻ തന്നെയാണ് ഒരു താല്പര്യം പ്രകടിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ അടുത്തായി നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഒരു ക്ലയൻറ്റിൻ്റെ പ്രൊഫൈലിനെ കുറിച്ചൊന്ന് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ശ്രമിക്കുക. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലയൻറ്റ് വർക്ക് ചെയ്യുന്ന കമ്പനി അല്ലെങ്കിൽ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസും, അതുപോലെ തന്നെ ക്ലയൻറ്റ് ഇപ്പോൾ താമസിക്കുന്ന ഇപ്പോൾ കൊച്ചിയിൽ തന്നെയാണോ റിസൈഡ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ എവിടെയാണ് അവർ റിസൈഡ് ചെയ്തിട്ടുള്ളത്, അവരുടെ ഒരു അഡ്രസ്സും അതുപോലെ തന്നെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്കപ്പും നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മളൊരു ക്ലയൻറ്റിനെ നമ്മളൊരു ഓണർക്ക് കൊടുക്കുമ്പോൾ, അതായത് ഒരു പ്രോപ്പർട്ടി ഡീൽ നടത്തി നമ്മൾ കൊടുക്കുമ്പോൾ ആ ഒരു ക്ലയൻറ്റ് നല്ലൊരു ക്ലയൻറ്റാണ്, ബാക്ക്ഗ്രൗണ്ട് ക്രിമിനൽ റെക്കോർഡ്സോ കാര്യങ്ങളൊന്നുമില്ല എന്നുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെയും കൂടി ഒരു ആവശ്യമാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുക്കുക എന്നുള്ളൊരു പ്രോസസ്സാണ് നമ്മൾ സ്ഥിരമായി അപ്ലൈ ചെയ്യുന്നത്. അതായത് നിങ്ങളൊരു അപ്പാർട്ട്മെൻറ്റോ ഒരു വീടോ റെൻറ്റിന് കൊടുക്കുന്ന സമയത്ത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് തീർച്ചയായിട്ടും ആ റെൻറ്റിന് എടുക്കുന്ന അദ്ദേഹത്തിൻ്റെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് തീർച്ചയായിട്ടും എടുക്കേണ്ട ഒരു റിക്വയർമെൻറ്റ് നമുക്കുണ്ട്. സോ ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുക്കാൻ അത്ര വലിയ പണിയുള്ള കാര്യമൊന്നുമില്ല. നിങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ വന്ന ക്ലയൻറ്റിൻ്റെ പേരിൽ വേറെ ക്രിമിനൽ റെക്കോർഡ്സോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു 5 to 6 ദിവസത്തിനുള്ളിൽ നമുക്കൊരു ഈ പറഞ്ഞ പോലെ ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ്. സോ അവർ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഡീലായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്കത് ഒരു ടോക്കൺ എമൗണ്ട്, ഒരു ബുക്കിംഗ് എമൗണ്ട് ഒക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ചില ക്ലയൻറ്റിൻ്റെ കയ്യിൽ ഓൾറെഡി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് എടുത്തു കൊടുക്കാവുന്നതാണ്. അതൊരു വലിയ പ്രോസസ്സൊന്നുമല്ല, പക്ഷേ ആ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു അസോസിയേഷനുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് നമ്മൾ ഈ ഒരു ഡീല് നടത്തുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും നമ്മൾ ഈ സൈൻ ചെയ്തൊരു കോൺട്രാക്റ്റും പ്ലസ് ഈ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും താമസിക്കുന്ന ആളുടെ ആധാർ കാർഡും ഈ ഒരു അസോസിയേഷനിൽ ഏൽപ്പിക്കേണ്ടതായിട്ട് ഉണ്ട്. സോ ഒരു സൈറ്റ് ട്വിസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ സംസാരിച്ചത്. ക്ലയൻറ്റ് ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് എടുക്കുക. ഈ ഒരു ഡീലുമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ക്ലയൻറ്റ് ഒരു പ്രൊഫൈൽ ചെക്കപ്പ് നടത്തുക. നമ്മൾ മെൻഷൻ ചെയ്ത പോലെ PCC ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ചെറിയൊരു മൊഡ്യൂളാണ് ഇതിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്ത ഒരു ബുക്കിംഗ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, എങ്ങനെയാണ് എഗ്രിമെൻറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഡോക്യുമെൻറ്റേഷൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ ഒരു ഡീൽ ക്ലോഷറിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു വെർഷനിലേക്ക് നമ്മൾ എത്തിക്കുന്നത് അടുത്ത വീഡിയോസിൽ നമ്മൾ സംസാരിക്കുന്നതാണ്. സോ നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടെ റിവൈൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നമ്മളൊരു പ്രോപ്പർട്ടി റെൻ്റൽ എങ്ങനെയാണ് ചെയ്യുക, എങ്ങനെയാണ് റവന്യൂ ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് പഠിച്ചു. തീർച്ചയായിട്ടും പ്രോപ്പർട്ടി റെൻ്റൽ ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രൊഡക്റ്റ് വേണം, അതായത് ഒരു പ്രോപ്പർട്ടി വേണം, പ്രോപ്പർട്ടി ഓണർ വേണം എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ എങ്ങനെ ഒരു പ്രോപ്പർട്ടി ഓണർ നമുക്ക് കണ്ടുപിടിക്കാം, ഇനി നമ്മൾ കണ്ടുപിടിച്ച് ഓൺബോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ആ പ്രോപ്പർട്ടി എവിടെ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിച്ചു. എങ്ങനെ ഒരു ലീഡ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ ലീഡ് കണ്ടുപിടിച്ച് എങ്ങനെ ഒരു സൈറ്റ് ലിസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം, അത് കഴിഞ്ഞ് ഒരു സൈറ്റ് ട്വിസ്റ്റ് എങ്ങനെ സക്സസ്ഫുള്ളായി നടത്താൻ പറ്റും എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതും കഴിഞ്ഞുകൊണ്ട് സൈറ്റ് ട്വിസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ച് ഇതുവരെ എത്തി നിൽക്കുന്നത്. അടുത്തത് നമുക്ക് ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിയാലോ. നമ്മൾ ഇത്ര നേരം സംസാരിച്ചപ്പോൾ ശരിക്കും ഒരു ഡീല് നടക്കുന്ന പോലെയാണ് നമ്മൾ സംസാരിച്ച് വന്നത്. അതായത് നമുക്കൊരു പ്രോപ്പർട്ടി കിട്ടി, നമ്മളത് മാർക്കറ്റ് ചെയ്യും, നമുക്കൊരു ക്ലയൻറ്റിനെ കിട്ടി, നമ്മൾ സൈറ്റ് ട്വിസ്റ്റ് കഴിഞ്ഞ് ഫീഡ്ബാക്ക് കിട്ടി, പുള്ളി ഓക്കെ ആണെന്നുള്ള രീതിയിലാണ് നമുക്കിപ്പോൾ പ്രാക്ടിക്കലി നമ്മൾ ഇങ്ങനെ നിൽക്കുന്നത്. ഇങ്ങനെ തന്നെ ചിന്തിച്ചോളൂ. ഇതൊരു കറക്റ്റ് കേസ് സ്റ്റഡി ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡീൽ ഇപ്പോൾ ഏകദേശം ഒരു ഓക്കെ പറഞ്ഞ് നമുക്കിത് കൺഫേം ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ക്ലയൻറ്റിൻ്റെ പ്രൊഫൈൽ ചെക്കപ്പും കഴിഞ്ഞു. അടുത്ത നമ്മുടെ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുക്കിംഗ് ചെയ്യാന്നുള്ളതും ഡോക്യുമെൻറ്റേഷൻ ചെയ്യാന്നുള്ളതും ബാക്കി ഹാൻഡ് ഓവറും അതുപോലെ ഡീൽ ക്ലോസ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ അടുത്ത മൊഡ്യൂളുകളിൽ നമ്മൾ പഠിക്കുന്നത്. സോ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ എളുപ്പമാണ്. വളരെ ചെറിയൊരു പ്രോസസ്സായിട്ട് നിങ്ങൾക്ക് തോന്നാം, പക്ഷേ ഈ ഒരു പ്രോസസ്സ് നമുക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ ചെയ്ത് പിന്നെ നമ്മളൊരു മാസ്റ്ററോ പ്രോയോ ആവുന്ന സമയത്ത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ എന്തായാലും അടുത്ത മൊഡ്യൂളായിട്ട് നമുക്ക് പിന്നെയും കാണാം. ബൈ.